എന്താടാ ഒരു ഗൂഢാലോചന? എന്നോടൂടെ പറയടാ. മൊത്തത്തിലൊരു വശപ്പശ. എന്താടാ ഉള്ളായ്പ്? പറയടാ. അയ്യോ അങ്ങനെയൊന്നുമില്ല ഏട്ടാ. എന്നോട് വിളിക്കാൻ നിൽക്കണ്ട, എനിക്കറിയാം, ഞാൻ കേട്ടു. എടാ ഇമ്മാതിരി കാര്യങ്ങൾ ചെയ്യാൻ നല്ല ചങ്കുറപ്പ് വേണം. ജീവിതത്തെ തകർക്കാനും തളർത്താനും ആളുകളുണ്ട്. ജീവിതം പക്ഷെ നമ്മുടെ ജീവിക്കേണ്ടത് നമ്മൾ. തളർത്തിയവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് അഭിമാനത്തോടെ അങ്ങോട്ട് ജീവിച്ച് കാണിച്ചു. അതാണ് മധുര മനോഹരമായ ജീവിതം. ഒരു പുതുപുലരി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഒട്ടേറെ മധുരവും കയ്പും നുകരാനാണ്. ഇന്നത്തെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ കിട്ടൂ എന്ന് നിങ്ങൾ കരുതുക. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തിരിച്ചടികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവസാനം പുഞ്ചിരിക്കേണ്ടത് നിങ്ങളായി. കയ്പും മധുരവും വന്നാൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതം നമുക്കേ ജീവിക്കാൻ പറ്റും. നമ്മൾ മറ്റൊരാളിൽ ജീവിക്കുകയാണ്. எறும்பு வாயை விட சின்னது அது என்னது? என்ன? எறும்பு இல்ல எறும்பு, ஆண்ட் ஆண்ட். அதோட வாயை விட சின்னது அது என்னது? എന്ത് പറ്റി ഡോക്ടർ? ശാന്തി സിസ്റ്റർ, ഈ ഉറുമ്പില്ലേ ഉറുമ്പ്, അതിന്റെ വായേക്കാൾ ചെറുത് എന്തായിരിക്കും? ഈ ഡോക്ടർക്ക് എന്നാ പറ്റി? சின்னராஜா, நான் ஒரு கேள்வி கேட்டா ஆன்சர் சொல்ல முடியுமா? கேளுங்க சார். இரும்பு வாயை விட சின்னது அது என்னது? தெரியாது சார். இது பறந்துட்டு போனா வேலை இருக்கு சார். தெரியாது சார். ஐயோ சின்ன விஷயம் தான் டாக்டர். இன்னைக்கு பூரா யோசிச்சு நாளைக்கு சொன்னா போதும். வரட்டுமா? வரட்டுமா? இரும்பு வாயை விட சின்னது அது என்னது? அது என்னது? எறும்பு வாயை விட சின்னது அது என்னது? என்ன என்ன? ஓ அதுவா? பதில் கிடைச்சதா டாக்டர்? ஆக்சுவலி அது என்னது லக்ஷ்மி? நீங்க தோத்துட்டீங்கல்ல? எறும்பு வாயை விட சின்னது அது என்னது? அது என்னது? அது தின்னது. எறும்பு வாயை விட சின்னது அது தின்னது. எறும்பு வாயை விட சின்னது அது தின்னது. മനസ്സിലായോ? That's a good one. எறும்பு வாயை விட சின்னது அது தின்னது.